ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിചേർന്ന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഇരു നേതാക്കൾക്കുമൊപ്പം പ്രിയങ്ക ഗാന്ധിയും ആഗ്രയിലുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ, ആദ്യം സീറ്റ് വിഭജനം വിജയകരമായി പൂർത്തിയാക്കി ഇതായിപ്പോൾ ഭാരത് ന്യായ് യാത്രയുടെ ഭാഗവുമാകുന്നു. ശക്തിപ്പെടുകയാണോ ഇന്ത്യ മുന്നണി? ഇന്ത്യ മുന്നണി ശക്തിപ്പെടുന്നതിൻ്റെ ഒരു ചെറിയ കാഴ്ചയൊക്കെ, അതായത് പല സ്ഥലങ്ങളിലും സീറ്റ് വിഭജനം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ കാഴ്ചയൊക്കെ ഇന്നലെയും ഇന്നും മെനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും UPയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെല്ലാം സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ആഗ്രയിൽ വലിയ ജനക്കൂട്ടം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, സമാജ്വാദി പാർട്ടി പ്രവർത്തകരുണ്ട്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ് ന്യായ് യാത്ര ആരംഭിച്ചപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അഖിലേഷ് യാദവ്. അഖിലേഷ് നേരത്തെ സീറ്റ് വിഭജന ചർച്ചയെല്ലാം നടന്നുകൊണ്ടിരിക്കെ ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് 17 സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചു. ഒരുമിച്ച് മത്സരിക്കാനുള്ള തീരുമാനം. അതിന് പിന്നാലെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കാനും അഖിലേഷ് തീരുമാനിച്ചത്, നിശ്ചയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രയിൽ അഖിലേഷും എത്തുമ്പോൾ വലിയ ജനക്കൂട്ടം. ഇത് വോട്ടായി മാറുമോ, എങ്ങനെ പ്രതിഫലിക്കുമെന്നെല്ലാം ഉള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം എങ്ങനെ പ്രതിഫലിക്കും, അവരുടെ മുന്നോട്ട് പോക്ക് എങ്ങനെ ഗുണകരമാകുമെന്നതാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇന്ത്യ സഖ്യത്തിന് കുളിർമയേകുന്നതാണ് എന്ന് പറയാൻ കഴിയും. ശരിയാണ്.